അങ്ങനെ ഒരു അനദർ സൺഡേ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റു. നേരെ ടെറസിന്റെ മുകളിൽ പോയിട്ട് ഐസോൾ സിറ്റി നോക്കി കുറേ നേരം നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗൂഗിൾ എടുത്ത് വെറുതെ സെർച്ച് ചെയ്തപ്പോൾ ഒരു പാർക്ക് ഓപ്പണിംഗ് ആണെന്ന് കണ്ടപ്പോൾ ഒരു 2-വീലർ ടാക്സി എടുത്ത് അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. ട്രാവൽ വേസ്റ്റ് ആയി. പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് അന്നൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനായിരുന്നു. ഗൂഗിളിൽ കുറേ നോക്കി ആ ടാക്സിയിലെ ഡ്രൈവർ നല്ലൊരു പുള്ളിക്കാരനായതുകൊണ്ട് ഞങ്ങൾ കുറേ സ്ഥലത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു കഫേ കണ്ടുപിടിച്ച് അവിടെ പോയി. അവിടുത്തെ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എന്തെങ്കിലും കഴിക്കേണ്ടേ വിചാരിച്ചിട്ട് കഴിച്ചു. അങ്ങനെ തിരിച്ച് സ്റ്റേയിൽ വന്നു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി റെഡിയായി. സത്യത്തിൽ തിരിച്ചു പോകാൻ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കകത്ത് പീസ്ഫുള്ളായിട്ട് ഭയങ്കര റൊട്ടീൻ ലൈഫായിരുന്നു അവിടെ. അന്ന് തിരിച്ചൊരു ബാക്ക് ടു റിയാലിറ്റി വരുന്നത് ഒരു ചെറിയൊരു ഹെവി ഫീലിംഗ് ആയിരുന്നു. സ്റ്റേഷനിലേക്ക് പോകാൻ ഞാൻ വീണ്ടും 2-വീലറാണ് തിരഞ്ഞെടുത്തത്. ബ്ലോക്കിലെങ്ങാനും പെട്ടുപോയാലോ വിചാരിച്ചിട്ടാണ് 2-വീലർ എടുത്തത്. ഏകദേശം 3/4 മണിക്കൂർ ട്രാവലിന് നമ്മൾ സൈറങ്ങെത്തി. അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ ഗുവാഹത്തിയിലോട്ട്. മോർണിംഗ് 9-10 മണിയാകുമ്പോൾ നമ്മൾ ഗുവാഹത്തിയിലെത്തി. 12 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. എങ്ങാനും ട്രെയിൻ ഡിലേ ആയാലോ എന്ന് കരുതിയിട്ടാണ് ഗ്യാപ്പുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. ഗുവാഹത്തിയിൽ ഇപ്പോൾ രണ്ടാമതൊരു എയർപോർട്ട് കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈവൻ ഫ്ലൈറ്റിൽ ടെർമിനൽ 1-2 ആയിരുന്നാലും ഏത് എയർലൈനിൻ്റെ ആണെന്ന് നോക്കിയിട്ടാണ് ഏത് എയർപോർട്ടിൽ വരികയെന്ന് പറയുന്നത്. നമ്മളവിടെ ചോദിച്ചപ്പോൾ പുതിയ എയർപോർട്ടിലായിരുന്നു ഫ്ലൈറ്റ് വരുന്നത്. അതായിരുന്നു ആദ്യം. പുതിയത് കഴിഞ്ഞിട്ടാണ് പഴയത് വരുന്നത്. പുള്ളി എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് പോയി. പിന്നെ ലഗേജ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് എയർലൈനുമായിട്ട് കുറച്ച് യൂഷ്വൽ ടോക്കൊക്കെ ഉണ്ടായി ജസ്റ്റ് എസ്കേപ്പ് ആയി പോകുന്നു. 3-3.5 മണിക്കൂർ ട്രാവൽ കൊണ്ട് നമ്മൾ ബാംഗ്ലൂർ എത്തി. അവിടുന്ന് ഒരു 3 മണിക്കൂർ ലേ ഓവറുള്ള ഫ്ലൈറ്റ് ആയിരുന്നു തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് എടുത്തത്. അങ്ങനെ ഏകദേശം ഒരു 10-11 മണിയായ സമയത്ത് ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് നല്ല ഡിലേ ആയിരുന്നു. 8 മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. അവിടെ എൻ്റെ കുട്ടൻ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 1.5 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി. അതൊരു മനോഹരമായ യാത്രയായിരുന്നു. അങ്ങനെ എൻ്റെ നോർത്ത് ഈസ്റ്റിലെ 2ാമത്തെ സ്ഥലമാണ് മിസോറാം. ആൻഡ് ഞാനൊരു വ്ളോഗ് കണ്ടിട്ട് പോയതാണ് മിസോറാമിൽ. ആൻഡ് മൈ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മളൊരു സോളോ ട്രാവലിംഗ് അല്ലെങ്കിൽ യാത്ര പോകണം, സമാധാനമായ ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് വളരെ ചീപ്പ് സ്റ്റേ ഫുഡിലൊക്കെ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് മിസോറാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.